ഹലോ ഗൈസ്, ഇന്ന് ഞാൻ രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എന്താ കാറിൽ നിന്നല്ലേ, ഇന്ന് വെളുപ്പിന് 5:30ക്കാണ് എനിക്ക് ജോലി ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ കാറിൽ പോകുന്നത്. വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 4:45 പക്ഷെ എനിക്ക് 4:30 മിനിമം ഇറങ്ങിയാൽ 5:30 ഓഫീസിൽ എത്താൻ പറ്റുള്ളൂ. സോ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ ബോൾട്ട് വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഈ ബോൾട്ടിന് മുടക്കിയ കാശ് ഞാൻ അവിടെ ചെന്ന് 1 മണിക്കൂർ എക്സ്ട്രാ പണിയെടുത്തുണ്ട്. സൂര്യൻ വരെ എണീറ്റ് വരുന്നതുള്ളൂ, അതിനുമുമ്പ് ഞാൻ ജോലിക്ക് പോവാം. എന്തായാലും അങ്ങനെ ഞാൻ ഫസ്റ്റ് എസ് ബാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ബസ്സാണ്. പൊതുവേ ഞാൻ ഈ സ്റ്റെപ്പ് കയറാറില്ല, പിന്നെ ഇത്രയും രാവിലേക്കല്ലേ ഒരു ഉന്മേഷമൊക്കെ ആയിക്കോട്ടെ ഓർത്ത് സ്റ്റെപ്പ് കയറുവാണ്. ഇപ്പാങ്കാലമാണ് വീട്ടിൽ നിന്ന് പച്ചവെള്ളം കുടിക്കാതെ ഞാൻ ഇവിടുത്തെ ഒരു കോഫി കുടിച്ചിട്ട് പോകാൻ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ബ്രെഡോട് ബ്രെഡ് സാൻഡ്വിച്ചുകളും ബ്രെഡും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കട. ഞാൻ എന്നും ഈ ഷോപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്, പക്ഷെ ഞാൻ ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചില്ലുംകൂടി നല്ല പഴംപൊരിയും പരിപ്പുവടയും ഉള്ളിവടയൊക്കെ എന്ത് രസമല്ലേ കാണാൻ. എൻ്റെ അച്ഛനൊരു ഹോട്ടലായിരുന്നു കേട്ടോ, ഇപ്പം അതില്ല. പക്ഷേ അവിടുത്തെ ചില്ലുംകൂടൊക്കെ എനിക്ക് ഈ സംഭവം കാണുമ്പോൾ ഓർമ്മ വരും. ഇവർക്കൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും നമ്മുടെ സ്നാക്സ് ഒക്കെ കൊണ്ട് വെച്ചൂടെ ഞാൻ എപ്പോഴും ആലോചിക്കും. അറ്റ്ലീസ്റ്റ് ഒരു സമൂസെങ്കിലും നടക്കൂല. രാവിലേക്ക് ആരാണോ ഈ കുക്കീസൊക്കെ കഴിക്കണത് അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് ആ ചേട്ടനോട് കയ്യും കാലും കാണിച്ച് ഒരു കോഫിയൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ബസ് പോയിട്ടുണ്ടായി. ആരെയാണ് അവ കണിയണ്ടേന്ന് ഓർത്ത് ഞാൻ എൻ്റെ ബസ്സിനെ സൂം ചെയ്ത് അവിടെ നിപ്പായി. ഇനിയിപ്പോൾ അടുത്ത ബസ് വന്നെങ്കിൽ 20 മിനിറ്റ് കഴിയണം ഗൈസ്. ആ കോഫി മേടിക്കാനുള്ള തീരുമാനത്തെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ശപിച്ചു പോയി. കാരണം കൃത്യം 5:30 അവിടെ കയറിയില്ലെങ്കിൽ എൻ്റെ പണിയൊന്നും നടക്കില്ല. പോരാണ്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യേണ്ടത്, അതും കാറ്ററിംഗ് ആണ്. കൃത്യസമയത്ത് എത്തിച്ചില്ലെങ്കിൽ പണി പാളും. അങ്ങനെ ഞാൻ വർക്കിന് കയറി, പിന്നെ എല്ലാം ചടപടേന്നായിരുന്നു. കയറുകയും ചെയ്തത് ഇറങ്ങുകയും ചെയ്ത്. ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. എൻ്റെ അടുത്താണെങ്കിൽ കറക്റ്റ് ജാക്കറ്റ് കൂടെ ഉണ്ടായില്ല. നനഞ്ഞ് കുളിച്ച് എങ്ങനെയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ഒറ്റ ഓട്ടോ എടുക്കും, ഓടി നേരെ പോയിട്ടൊരു ബബിൾ ടീ മേടിച്ച് കുടിച്ചു. മഴയാണെങ്കിൽ നമുക്ക് തണുപ്പുള്ള സാധനം കുടിക്കണമല്ലോ. അങ്ങനെ ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ അത്രയുള്ള ദിവസം വീണ്ടും കാണാം.